കൃഷി ചെയ്യുക. 10 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷം നടുക. ഇനി ഒരു നൂറ്റാണ്ടിനെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക. ജവഹർലാൽ നെഹ്റു. മാന്യ സദസ്സിന് വന്ദനം. കൂട്ടുകാരെ, ഇന്ന് ശിശുദിനമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ലോകം മുഴുവൻ ആദരിക്കുന്ന നേതാവ്. ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്രാവലോകനം ഉൾപ്പെടെ ധാരാളം കൃതികൾ രചിച്ച മഹാനായ ഗ്രന്ഥകാരൻ. ഐക്യരാഷ്ട്രസഭയിലും ചേരുചേരാ കൂട്ടായ്മയിലുമൊക്കെ ഇന്ത്യയുടെ ശബ്ദം മുഴങ്ങി കേൾക്കാൻ കാരണമായ പ്രാസംഗികൻ. നൂറ്റാണ്ടുകളോളം നമ്മെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരിൽ നിന്നും മോചനം നേടിത്തന്ന സ്വാതന്ത്ര്യസമര സേനാനികളിൽ പ്രമുഖൻ. ദാരിദ്ര്യവും നിരക്ഷരതയും കലാപങ്ങളുമൊക്കെയായി ഏറെ പിന്നിലായിരുന്ന നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ച നവഭാരത ശില്പി. അങ്ങനെയുള്ള നെഹ്റു എങ്ങനെയാണ് കുട്ടികളുടെ ചാച്ചാജിയായി മാറിയത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വെള്ളക്കുപ്പായത്തിൽ എപ്പോഴും കൂടെ കരുതിയിരുന്ന പനിനീർ പൂവിനെ പോലെ നിർമ്മലനായ ചാച്ചാജിക്ക് കുട്ടികളെ ഏറെ ഇഷ്ടമായിരുന്നു. നമ്മൾ കുട്ടികൾ മിടുക്കരായി പഠിച്ച് കളിച്ച് വളർന്നാൽ അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എത്ര വലിയ തിരക്കിനിടയിലും കുട്ടികളോടൊത്ത് ചിലവഴിക്കാനും സംസാരിക്കാനും അവർക്ക് നല്ല നല്ല സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. ചാച്ചാജിയുടെ മകൾ ഇന്ദിരയ്ക്ക് അദ്ദേഹം ജയിലിൽ നിന്ന് അയച്ച കത്തുകൾ, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പേരിൽ പുസ്തകമായിട്ടുണ്ട്. ആ കത്തുകളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പ്രകൃതിയും പക്ഷികളും മൃഗങ്ങളും ഒക്കെ വിഷയമായിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും വേണ്ടിയായിരുന്നു ആ കത്തുകൾ. അങ്ങനെയുള്ള ചാച്ചാ നെഹ്റുവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണം, പഠിക്കണം. ഇന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്ന എത്രയെത്ര വാർത്തകളാണ് വരുന്നത്. ഈ ശിശുദിനത്തിൽ ലോകമെമ്പാടുമുള്ള കുട്ടികളെക്കുറിച്ച്, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരാവണം. ചാച്ചാ നെഹ്റു ആഗ്രഹിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ള നന്മകൾ സ്വീകരിക്കുവാനും തിന്മകൾ ചൂണ്ടിക്കാട്ടുവാനും നമുക്കാകണം. ഭാരതത്തെ ലോകത്തിന് സംഭാവന ചെയ്ത ആ മഹത് വ്യക്തിയെ ഒന്നുകൂടി ഓർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ജയ് ചാച്ചാജി.